സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയുണ്ടാകും. 5 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. TS ഹരികൃഷ്ണ കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മളെടുത്ത് പറയും. ഹരി, ഗുഡ് മോർണിംഗ്. മഴയുണ്ടാകുമല്ലേ? രാവിലെ തന്നെ മഴയുടെ കാര്യങ്ങൾ പറയുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ആണെങ്കിൽ പ്രേക്ഷകരുടെ അറിവിലേക്കൊന്ന് പറഞ്ഞു പോകുകയായിരുന്നു. പക്ഷേ സ്ഥിതി അതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 5 ജില്ലകളിലൊക്കെയാണ് യെല്ലോ അലർട്ട്. എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം? മഴ വരുന്നു എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ ആശങ്കപ്പെടേണ്ടതില്ല. മഴയുണ്ടാകുമെങ്കിലും അത് ഒരു ഒറ്റപ്പെട്ട ഇടങ്ങളിലെ ശക്തമായ മഴയാണ്. പക്ഷേ നമ്മൾ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ പറയുന്ന ഒരു ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്, അത് പാലിച്ചാൽ മാത്രം മതി. നിലവിൽ ഇപ്പോൾ കാലവർഷം ഔദ്യോഗികമായി പിൻവാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു തുലാവർഷത്തിൻ്റെ കണക്കിലേക്കാണ് നമ്മൾ കടന്നിട്ടുള്ളത്. പക്ഷേ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നതനുസരിച്ച് കാലവർഷം പൂർണ്ണമായി കേരളത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല. അതിൻ്റെ ഒരു ചില സ്വാധീനം ഇപ്പോഴും മഴയിലുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിൽ തുലാവർഷത്തിൻ്റെ മഴ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അപ്പോൾ ആ തുലാവർഷം വരുന്നതിന് മുമ്പേ ഉള്ള ഒരു മഴ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഇന്നലെ ഇപ്പോൾ പലയിടത്തും ഓറഞ്ച് അലേർട്ടൊക്കെ നൽകിയിരുന്നു. അത് നൽകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ നഗരപ്രദേശങ്ങളിലൊക്കെ മഴ പെയ്യില്ല എങ്കിലും മലയോര പ്രദേശങ്ങളിൽ നല്ല മഴയുണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നത്. ഇനി ഒരു 2-3 ദിവസം കൂടി മലയോര പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക്, ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു. ഈ മലയോര മേഖലയിൽ തന്നെയാണ് കൂടുതൽ ജാഗ്രത വേണ്ടത്. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം.